ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് പോലും നമുക്ക് അവരോട് നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. നമ്മൾ കോൾ ചെയ്താൽ പോലും എടുക്കുന്നത് മാനേജർമാരാണ്. അല്ലാതെ ഡയറക്റ്റായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടുന്നില്ല. പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്ന് സിനിമകൾ കണ്ടിന്യൂ എടുത്താലല്ലേ ഇൻഡസ്ട്രി ഇതിലല്ലേ വളർച്ചയുണ്ടാവുള്ളൂ. ഇത് അതേ പ്രൊഡ്യൂസർ അതേ ആർട്ടിസ്റ്റിൻ്റെ അതേ പ്രൊഡക്ഷൻ അത് അവർ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻഡസ്ട്രി എങ്ങനെ വളരും? ഇപ്പോൾ ഒരു പടം എടുക്കും പേടിയുണ്ടോ? അങ്ങനെ ഒരു പേടിയില്ല. പേടിച്ചല്ല ഞാൻ മാറി നിൽക്കുന്നത്. ആക്ച്വലി ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചൊരു കഥ വേണം, കഥ കിട്ടണം, അത് റെഡിയാക്കാവുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് അന്നൊക്കെ ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ ഫോണിൽ കൂടെ വിളിച്ച് ഡേറ്റ് പറഞ്ഞ് ഇങ്ങനൊരു പടം ഉണ്ട്, ഇത്ര മാസം നമുക്കൊരു പടം തുടങ്ങണം, ഇത് ഓക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളിലും കൂടെ പോയി അഡ്വാൻസ് കൊടുക്കുന്നത്. കാരണം മലപ്പുറം എന്ന് പറയുന്ന സിനിമയുടെ കഥ എൻ്റെ സെറ്റിൽ വന്ന ശേഷം ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസമാണ് മുകേഷും സിദ്ദിഖും ജഗദീഷ് ശ്രീകുമാറും കഥ കേൾക്കുന്നത്. ഇവരൊന്നും ചോദിക്കത്തില്ല എന്താണ്? അല്ല, വിശ്വാസം, നമ്മളെ വിശ്വാസമായിരുന്നു. നമ്മളിപ്പോൾ കൗതുക വാർത്ത മുതൽ ഇങ്ങനെ മുകേഷുമായിട്ട് ഇങ്ങനെ ഇത് വരുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണെന്നും അത് ഫോണിൽ കൂടെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയ ത്രെഡ് ഇങ്ങനെ പറയും. പക്ഷെ ടോട്ടാലിറ്റി എന്ന് പറയുന്ന ഒരു കഥയുടെ ഒരു രൂപം കേൾക്കുന്നത് സെറ്റിൽ വെച്ച ശേഷമാണ്. ഞാനും മുകേഷും സിദ്ദിഖും കൂടെ ഇരുന്നിട്ട് എൻ്റെ റൂമിലിരിക്കുമ്പോൾ, പിറ്റേ ദിവസം ഷൂട്ടിങ്ങാണ്, ഇരിക്കുമ്പോൾ അതിന് ഞാൻ അങ്ങോട്ട് നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ത്രെഡ് കുറച്ചുകൂടെ വിശദമായിട്ടൊന്ന് കേട്ടിട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചേട്ടൻ വന്ന് കയറുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. കാരണം അവരൊക്കെ മിക്ക ആർട്ടിസ്റ്റുകളും ഒരു ഡയറക്ടറെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്നു. കാരണം ആ വിശ്വാസത്തിൻ്റെ പേരിൽ പോകുന്നു, സിനിമ അത് ഹിറ്റാവുന്നു, ചില സിനിമകൾ പരാജയപ്പെടുന്നു, അതും സംഭവിക്കാമല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് പോലും നമുക്ക് അവരോട് നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. നമ്മൾ കോൾ ചെയ്താൽ പോലും എടുക്കുന്നത് മാനേജർമാരാണ്. അല്ലാതെ ഡയറക്റ്റായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ്. നമുക്ക് അവരോട് കഥ പറയാൻ എനിക്കൊരു മടിയുണ്ട്. അല്ല സാറിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ട്. താരങ്ങൾ അങ്ങനെ നമ്മൾ വിളിക്കും. ഒരു പടത്തിൻ്റെ മാനേജറാണ് എടുക്കുന്നത്. സാറേ ഞങ്ങൾ പറയാം, അത് പറയാം, ഇത് പറയാം. ഞാൻ പറയും ഒന്ന് തിരിച്ച് വിളിക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു സമയം പറയും, ഞാൻ തിരിച്ച് വിളിക്കാം എന്ന് പറയും. തിരിച്ച് വിളിക്കാറുണ്ടോ? വിളിക്കാറില്ല. ചില സമയത്ത് നമ്മൾ വീണ്ടും വിളിച്ചു പോകുമ്പോൾ പറയും അയ്യോ സാറേ അത് വിട്ടുപോയി, അവർ അവിടെ തിരക്കാണ് ഇവിടെ തിരക്കാണ് എന്നിങ്ങനെ പറഞ്ഞു ഒഴിയുന്ന ഒരു സംഭവം ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സിനിമകൾ നമുക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് വരുന്നത്. പിന്നെ നല്ല കഥകളുണ്ട്, നല്ല കഥകൾ, സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കഥകളുണ്ട്. പക്ഷെ അതൊന്നും ഒരു ആർട്ടിസ്റ്റിന് മുന്നിൽ എത്തിക്കാൻ പറ്റാത്ത ഒരു ഇത്. പ്രൊഡ്യൂസർ വരെ റെഡിയായിരിക്കുന്ന സിനിമകളുണ്ട്. പക്ഷേ ആർട്ടിസ്റ്റുകൾക്ക് അവരെല്ലാം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ മിക്ക ആർട്ടിസ്റ്റുകളും സ്വന്തം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ അങ്ങ് തീരുമാനിക്കുകയാണ്. പ്രൊഡ്യൂസറെ ആയിരുന്നാലും ശരി, ഡയറക്ടറെ, ആർട്ടിസ്റ്റൊക്കെ അവരങ്ങ് തീരുമാനിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതെന്താണെന്ന് വെച്ചാൽ സംഭവിക്കുന്നത് നമ്മളെ ഇൻഡസ്ട്രി വളരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്ന് സിനിമകൾ കണ്ടിന്യൂ എടുത്താലല്ലേ ഇൻഡസ്ട്രി ഇതിലല്ലേ വളർച്ചയുണ്ടാവുള്ളൂ. ഇത് അതേ പ്രൊഡ്യൂസർ അതേ ആർട്ടിസ്റ്റിൻ്റെ അതേ പ്രൊഡക്ഷൻ അത് അവർ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻഡസ്ട്രി എങ്ങനെ വളരുന്നത്? വേറെ പ്രൊഡ്യൂസർ പണം മുടക്കാൻ ഒരാൾ വന്നാലല്ലേ വീണ്ടും വീണ്ടും ഡെവലപ്പായി വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ പല പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് വെച്ചാൽ ഒരു കാര്യം വ്യക്തമാണെന്ന് വെച്ചാൽ ഒരു തുളസിദാസിൻ്റെ സിനിമ ഉണ്ട്, ഒരു രാജസേൻ്റെ സിനിമ ഉണ്ട്, എത്രയോ നാളായെന്നാണ് പറയുന്നത്. എന്താണ് ഈ താരങ്ങളെ പിറകുള്ള ഓട്ടമാണ് ഇത്ര ഗ്യാപ്പ് വരുന്നത്? അല്ല, ഇതാണ് കാരണം. അറിയാം, സത്യം പറഞ്ഞാൽ എവിടെ നമ്മൾ ഇറങ്ങിച്ചെന്നാലും, ഇപ്പോൾ ഞാൻ പല ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഒരു ഫാമിലി പോകുമ്പോഴോ, സാർ നിങ്ങളെന്താ സാർ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, നിങ്ങളെപ്പോലുള്ള ഒരു സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, അങ്ങനെയുള്ളൊരു സിനിമ എടുക്കും സാർ എന്ന് പറഞ്ഞിട്ട്
നമ്മളെന്തോ എടുക്കാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവർ വിചാരിക്കുന്നത്. അത്തരം സിനിമകൾക്ക് ഞങ്ങൾക്ക് കാണണം സാറേ. കാരണം എന്തെന്ന് വെച്ചാൽ അവർ പറയുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ആയിരുന്നാലും ശരി, രാജസേനായിരുന്നാലും ശരി, ഇപ്പോൾ സത്യേട്ടൻ, പ്രിയദർശൻ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ പ്രിയൻ്റെ പടമൊക്കെ ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുകയില്ലേ. സത്യേട്ടൻ്റെ പടം, അതുപോലെ രാജസേൻ്റെ പടം, എൻ്റെ പടം. അപ്പോൾ ഈ പടങ്ങളൊക്കെ ഇപ്പോഴും ചാനലിൽ കാണുകയും അവർ വീണ്ടും വീണ്ടും അത് കാണാൻ ആശിക്കുകയും അത് അതിൻ്റെ ഓരോ സീനുകളും എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള സിനിമകളുടെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നത്, നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഒരു 10 വിജയിക്കുന്നത് നല്ല പടമായിരിക്കും, നല്ല പടമാണ്. പക്ഷേ ആ പടങ്ങൾ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞ് പോയ ശേഷം ഒരു സീനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ കഥയെക്കുറിച്ചോ നമുക്കൊന്നും മനസ്സിൽ അങ്ങനെ നിൽക്കുന്നില്ല. ഓർത്ത് ചിരിക്കാനോ ഓർത്ത് വിഷമിക്കാനോ അതിൻ്റെ സീക്വൻസ് ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല. അതൊരു പോരായ്മ തന്നെയാണ് സത്യത്തിൽ, എനിക്ക് തോന്നുന്ന ഒരു പോരായ്മ തന്നെയാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഒരു കഥ അനുഭവങ്ങളിൽ കൂടെ കഥയുണ്ടാക്കി അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുമ്പോഴാണ് ഇത് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു സിനിമയായി മാറുന്നത്. കാരണം ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ഇത് എനിക്ക് അനുഭവപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ അറിവിൽ അനുഭവപ്പെട്ട ഒരു സിനിമയാണല്ലോ, അങ്ങനെയായി മാറുമല്ലോ ഇത് എന്ന് തോന്നുമ്പോഴാണ് ആ സിനിമ ഹിറ്റാവുന്നത്. അത് എപ്പോഴും അങ്ങനെയാണ്. കാരണം എന്താ പറയുക, അതിലൊരു തമാശ വേണം, ഫീൽ ഉണ്ടാവണം, കുടുംബ പശ്ചാത്തലങ്ങൾ ഉണ്ടാവണം, അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉണ്ടാവണം. അപ്പോൾ എന്നാൽ അതിൽ ആക്ഷൻ ഉണ്ടാവണം, സെൻറ്റിമെൻറ്റ്സും എല്ലാം ഒരു ത്രില്ലിംഗ് ഒക്കെ ഉണ്ടായാൽ മാത്രമേ ആ ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് മാറുകയുള്ളൂ. ഈ സാർ മുകേഷിനെ പറ്റി പിന്നെ സിദ്ദിഖിനെ പറ്റിയൊക്കെ പറഞ്ഞു, അവർ കഥ പോലും കേൾക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സാർ അങ്ങനെ ഒരു ന്യൂജൻ പിള്ളേരുടെ അടുത്ത് പോയിട്ട് കഥ പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അവരുടെ സമീപനം എങ്ങനെയായിരിക്കും? അതൊക്കെ അവർ വില്ലിങ് ആണോ? അല്ല, വില്ലിങ് ആണെന്ന് പറയും, പക്ഷെ അവർ ഡേറ്റുകൾ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും അങ്ങനെയില്ല. ചില ആർട്ടിസ്റ്റുകൾക്ക് എനിക്ക് തോന്നുന്നത് എന്താണ് അവരുടെ മാനസിക അവസ്ഥ എന്താണ്, വിശ്വാസം കൊണ്ടാണ് ഇനിയിപ്പോൾ ഓടത്തിലും ചിന്തയായിരിക്കും, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. ഈ കാലഘട്ടത്തിൽ അങ്ങനെ അല്ല എന്ന് തോന്നുന്നു. പക്ഷെ അത് അവരല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഒരു കഥ, നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം, നമ്മുടെ കല അതങ്ങനെ പ്രായമാകുമ്പോൾ അത് താഴേക്ക് പോകുന്നതാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും പുതിയ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ അവരൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അവർ. അല്ല, അങ്ങനെ ഒരു സമയം വരുമ്പോൾ സാറിന്റെ ആത്മവിശ്വാസം കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ അല്ല, എനിക്ക് ആത്മവിശ്വാസം കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. ഓരോരുത്തർ അങ്ങനെ പറയുമ്പോൾ സാറേ നമുക്ക് നോക്കാം പിന്നെ ചെയ്യാം എന്ന് പറയുമ്പോൾ അപ്പോൾ അവന് സമയമാവട്ടെ, അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ വെച്ച് ചെയ്യും. എനിക്ക് ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എന്നറിയാം, നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ, ഇപ്പം ഒരാൾ പെട്ടെന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ട് ഡള്ളാക്കിയെന്ന് വെച്ചോളൂ. പക്ഷെ നമ്മളവിടെ ഡള്ളായി പോയി കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സ് വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്തു, അത് മോശം അഭിപ്രായം പറഞ്ഞു, എൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അവൻ്റെ മുമ്പിൽ എപ്പോഴെങ്കിലും അതെനിക്ക് തെളിയിക്കണം എന്നൊരു ആവേശവും ആണ് എനിക്ക് ഉണ്ടാവേണ്ടത്. അതല്ലേ ഉണ്ടാവേണ്ടത്. അല്ല, നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല.